നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്നത് ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദുരിതങ്ങളും എല്ലാ കഷ്ടതകളിൽ നിന്നും മറികടക്കാൻ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടാണ്. അതിലുപരി ഒരു നാമജപം കൂടി ആയാൽ ഉത്തമമായിട്ടാണ്. ഒരു നിമിഷം ഭഗവാന്റെ ആ ദിവ്യരൂപം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന ആ ഒരു പ്രതിനിധി മനസ്സിൽ ഇങ്ങനെ കൺകുളിർക്ക് കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു സന്ദർഭം മനസ്സിൽ കരുതിക്കൊണ്ട് ആ വെളിച്ചം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കൂ. എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടക്കാൻ അതിശ്രേഷ്ഠമാണ്. ഭഗവാന്റെ ആ ദിവ്യരൂപം അത്രയ്ക്ക് അങ്ങോട്ട് ശ്രേഷ്ഠമായിട്ടുള്ള ആ ദിവ്യരൂപം മനസ്സിലിങ്ങനെ കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് തരണം ചെയ്യാൻ അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു വഴിപാടും അതിനുപരി ആ നാമജപം കൂടിയ ജപിക്കുകയാണെങ്കിൽ അതിശ്രേഷ്ഠമായിട്ട് എല്ലാ തടസ്സങ്ങളിൽ നിന്നും ജീവിതം ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ ജപം 38 തവണ കഴിയുന്ന പ്രകാരം 108, 1008 അങ്ങനെ എത്രത്തോളം ജപിക്കുന്നോ അത്രത്തോളം വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലും സന്തോഷം അനുഭവിക്കുന്നതാണ്. ഭവനത്തിൽ തന്നെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതുമാണ്. അത്രയ്ക്ക് എത്രത്തോളം ഭക്തിയോടുകൂടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം സർവൈശ്വര്യവും വന്നു ഭവിക്കുന്നതാണ്. അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു നാമജപം ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കൂ. ഭവനത്തിൽ തന്നെ സർവൈശ്വര്യവും ഒരു വെളിച്ചവും ഉണ്ടാവുന്നതാണ്. അതിനുപരി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പാൽപായസം വഴിപാട് സമർപ്പിക്കുക. അതിശ്രേഷ്ഠമായിട്ടാണ്. കർക്കിടകം ഈ മാസം തന്നെ ചെയ്യാൻ സാധിക്കുന്നവർക്ക് അത്ര ഉത്തമമായിട്ടാണ് വന്നു ഭവിക്കാൻ പോകുന്നത്. മഹാവിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യുന്നതും ഉത്തമമാണ്. പാൽപായസം നാമജപം വീട്ടിൽ ഉപാസിക്കുന്നത് നല്ലതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് എത്ര കണ്ട് നിങ്ങൾ ജപിക്കുന്നു അത്രയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ഭവിക്കുന്നതാണ്. അത്രയ്ക്ക് വ്യത്യാസങ്ങളോട് കൂടിയിട്ടുള്ള സർവൈശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുന്നതുമാണ്. അതിനാൽ എത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ശ്രേഷ്ഠമായിട്ട് ജപിക്കൂ. സന്താനങ്ങളാൽ വളരെ ഉയർച്ചയുണ്ടാകുന്നതും അതിലുപരി പല പ്രശ്നങ്ങളാൽ തടസ്സങ്ങളായാലും ബുദ്ധിമുട്ടുകളാൽ തരണം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു വെളിച്ചം ഉണ്ടാകുന്നതും ശത്രുദോഷങ്ങളാൽ വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളിൽ നിന്നും മറികടക്കാനും അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു നാമജപം കൂടിയാണ്. ചെയ്തു നോക്കൂ. നിഷ്പ്രയാസം എല്ലാം തരണം ചെയ്യാനുള്ള ഒരു വഴിയാണ്. കുചേലനെ കുബേരനാക്കിയ ഭഗവാൻ എത്ര കണ്ട് ഭക്തരെ ശ്രേഷ്ഠമാക്കും. അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി. ദാരിദ്രനായ കുചേലനെ കുബേരനാക്കിയ ഭഗവാൻ നിഷ്പ്രയാസം എല്ലാ ഭക്തരെയും ഭക്തിയോടുകൂടി ജപിക്കുന്ന ഭക്തരെ, പ്രത്യേകിച്ച് നാമജപത്തോടു കൂടിയിട്ടുള്ള ആ നിഷ്കളങ്കമായിട്ടുള്ള എല്ലാ ഭക്തരെയും കുചേലനെ കുബേരനാക്കിയ ആ അവസ്ഥയിൽ നിന്ന് തരണം ചെയ്തു എല്ലാ സർവൈശ്വര്യത്തോടു കൂടിയുള്ള ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു കുടുംബജീവിതം, സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കുന്നതാണ്. എല്ലാ ഐശ്വര്യങ്ങളാലും സന്തോഷപ്രദമായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭവനമായിരിക്കുന്നതാണ്. ശുഭം.